ഹായ് ഓൾ, എൻ്റെ വ്ളോഗൊക്കെ കണ്ടിട്ട് കുറച്ച് കാലമായില്ലേ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. റീൽസൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട്, എന്നെ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഞാൻ അച്ചുവിൻ്റെ ഫ്ലാറ്റിൽ വന്നതാണ് കേട്ടോ, ബാംഗ്ലൂർ. ഞാൻ മാത്രമല്ല, നിത്തു നാട്ടിൽ നിന്ന് വന്നു, ഞാനും ട്രിവാൻഡ്രത്തു നിന്ന് വന്നു. നിത്തു ഇപ്പോൾ ലീവിന് വന്നതുകൊണ്ട് നമ്മൾ മൂന്നാളും എന്തായാലും ഒന്ന് കൂടണം എന്നൊക്കെ വിചാരിച്ചു. ഇത് ചില്ലൂട്ടി നിത്തുവിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് നാട്ടിൽ നിന്ന് വന്നത്. അങ്ങനെ നമ്മൾ അത്യാവശ്യം അടുത്തുള്ള മാളിലും അങ്ങനെയൊക്കെ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പക്ഷേ ഇത് അച്ചു പറഞ്ഞു എന്തായാലും രാമേശ്വരം കഫേ പോകാം നമുക്ക്, അത്രയും ഫേമസ് ആണ് എന്നാണ് പറഞ്ഞത്. എനിക്കിവിടെ വരുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഞാൻ സെർച്ച് ചെയ്തു ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ദ ഫേമസ് വെജിറ്റേറിയൻ കഫേ. അപ്പോൾ അതിൻ്റെ ഉള്ളതടുത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. വേറെയും ഇവിടെ ബ്രാഞ്ച് ഉണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്നും എനിക്കറിയില്ല കേട്ടോ, അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഇതൊരു കഫേയാണോ അമ്പലമാണോ എന്നൊരു ഡൗട്ടിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം അത്രയും നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആ ആംബിയൻസ്, അതിനാണ് നമ്മൾ എന്താ പറയുക പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. ഫുഡിൻ്റെ കാര്യവും പിന്നെ പറയേണ്ട, നല്ല ടേസ്റ്റൊക്കെയാണ്, നല്ല ടേസ്റ്റി ഫുഡൊക്കെയാണ്. പക്ഷേ ആ ടേസ്റ്റി ഫുഡ് നമുക്ക് വേറെ ഹോട്ടലും കിട്ടുമായിരിക്കും. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതേ ടേസ്റ്റിലുള്ള ഫുഡൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേങ്കിൽ ഒരിക്കലും ഇവിടെ ഇരുന്നിട്ട് കഴിക്കും പോലെ ആവോ എന്നെനിക്കറിയില്ല. കാരണം നമ്മളൊരു അമ്പലത്തിൽ ഇരുന്നിട്ട് നമുക്കൊരു പ്രസാദം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുമ്പോൾ. പിന്നെ ഇവിടെ ഇരുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാണ്. അപ്പോൾ ഞാൻ റയാനോട് പറയുന്നുണ്ട് ഒരു ഉമ്മ തിരിച്ചു കൊടുക്കുമെന്നൊക്കെ. ഇവിടെ അവന് ഭയങ്കര നാണ് കേട്ടോ. പിന്നെ ഇത് ആദിയോഗി, നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ കാണുന്ന ഈ ആദിയോഗീൻ്റെ സ്റ്റാച്യു ഉണ്ടല്ലോ, അത് എനിക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ കോയമ്പത്തൂർ ആദിയോഗീൻ്റെ അവിടെ എത്തിയ പോലെ തന്നെയുള്ളൊരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ കുറേ പ്രതിഷ്ഠകളുണ്ട് ഇവിടെ, അതുകൊണ്ട് നമുക്ക് ആ ഒരു അമ്പലം വൈബ് തന്നെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പൈസയൊക്കെ അത്യാവശ്യം നല്ല പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ, അതില്ല എന്നൊന്നും പറയുന്നില്ല, നല്ല പ്രൈസുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊന്നും കഴിക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് അങ്ങനെയും പോകാം കേട്ടോ, അതിനാരും ഒന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയൊക്കെ ഉള്ളൊരു വൈബ് സ്ഥലമായിട്ടാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തത്. ഫുഡിൻ്റെത് മെയിനായിട്ട് ഫുഡിൻ്റെ അല്ലാതെ ഒഴിച്ച് നോക്കുമ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോയ ഒരു പ്രതീതി തന്നെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മളെ കാര്യം പറയണ്ടല്ലോ, ഇത്രയും നല്ലൊരു അടിപൊളി സ്ഥലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ വീഡിയോ മാക്സിമം എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അല്ലും റയാനും കൂടിയിട്ട് ഒരു ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന ഇതാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ അമ്മ ഒന്നും പറയണ്ട, അല്ലൂൺ എൻ്റെ മോൾക്കാണെങ്കിൽ പിന്നെ ഉമ്മ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഉമ്മ കൊടുപ്പാണ്. പിന്നെ ഇതാ നിങ്ങൾ കണ്ടോ, ഈ രാത്രി ആകുമ്പോൾ ഈ ദീപമൊക്കെ കൊളുത്തി അതിൻ്റെ ആ ഒരു ഇത് ശിവൻ്റെ ആ സ്റ്റാച്യൂലൊക്കെ ഉള്ള ആ ഒരു ഇതിൽ വരുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തന്നെ തോന്നൂല, തിരിച്ചു പോകാൻ തോന്നൂല. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ വരുമ്പോൾ. ഇവിടുന്ന് പിന്നെ നിത്തും ചിലൂട്ടിയും ലഗേജൊക്കെ എടുത്തിട്ടാണ് വന്നത്. അവർക്ക് ഇവിടുന്ന് നേരെ നാട്ടിലേക്കുള്ള ബസ് ഇവിടുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ അതിൽ കയറി പോകാനാണ് അവരുടെ പ്ലാന്. എനിക്ക് ഓൾറെഡി ചെറിയൊരു തലവേദന ഉണ്ട് കേട്ടോ, പക്ഷെ ഇവിടെ എത്തിയപ്പോഴെന്തോ ആ ഒരു ഫീലിൽ ഞാൻ അതൊന്നും ഓർത്തില്ല കേട്ടോ. നല്ല ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നും. എനിക്ക് ആദിയോഗീൻ്റെ ഈ സ്റ്റാച്ചു കണ്ടപ്പോഴും എനിക്ക് കോയമ്പത്തൂർ ഇനിയും പോകണം എന്നുള്ളൊരു ഫീല് അവിടെ നിന്ന് വന്നു. നമ്മൾ ഒരിക്കൽ പോയതാണ് കേട്ടോ, പക്ഷേങ്കിൽ നൈറ്റ് പോയില്ല. നൈറ്റുള്ള ഇത് നമ്മൾ കണ്ടില്ല. നൈറ്റല്ലേ അവിടെ ഭയങ്കര പ്രധാനമായിട്ടും ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇത് വന്നപ്പോൾ എനിക്കെന്തോ അവിടെ ഓർമ്മ വന്നു. പിന്നെ ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യൂ നിൽക്കണം കേട്ടോ, അത്രയും ഡിമാൻഡാണ്. അപ്പോൾ കുറേ സമയം ക്യൂ നിന്നിട്ട് വേണം നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഫുഡ്. അപ്പോൾ പ്രേമ ഓൾറെഡി അവിടെ നിൽക്കുന്നുണ്ട്, ശ്രീയും ഉണ്ട്, അച്ഛൻ്റെ ഹസ്സും ഉണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഈ ആംബുലൻസിലൊന്ന് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങി ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും, അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് തന്നെയാണ് നമ്മളുടെ പണി. അപ്പോൾ
പറ്റിയൊരു സ്ഥലം നമ്മൾ അന്വേഷിച്ച് നടക്കണം കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെ ടേബിൾ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ വേറെ ബ്രാഞ്ചിൽ ബ്രാഞ്ച് എന്നൊക്കെ പറയാവോ എന്ന് തന്നെ എനിക്കറിയില്ല. കാരണം നമ്മൾ അമ്പലത്തിന് വേറെ ബ്രാഞ്ച് എന്നൊന്നും പറയില്ലല്ലോ. എനിക്ക് കഫേ പോലെയോ അങ്ങനെയൊന്നും തോന്നുന്നില്ല, ഒരു അമ്പലം പോലെ തന്നെ തോന്നുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കിട്ടിയ സ്ഥലത്ത് ഇരുന്നിട്ട് കഴിക്കുക, അതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ വേറെ സ്ഥലത്ത് ഇതിൻ്റെ തന്നെ വേറെ സ്ഥലത്ത് രാമേശ്വരം കഫേൻ്റെ വേറെ ബ്രാഞ്ചിൽ പിന്നെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ടേബിളൊക്കെ ഇട്ടിട്ട് കണ്ടായിരുന്നു. ഇവിടെ പുറമേ ഉണ്ട്, പക്ഷേങ്കിൽ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പുമ്മലൊക്കെയാണ് കേട്ടോ ഇരുന്നത്. അങ്ങനെ ടേബിളൊന്നും കണ്ടില്ല. സൈഡിലുണ്ടോയെന്നറിയില്ല കേട്ടോ, ഇല്ല ഞാൻ കണ്ടില്ല. അവിടെ ഇവിടെയായിട്ട് കുറച്ചൊക്കെ ഉണ്ട്, അല്ലാണ്ട് അങ്ങനെയില്ല. നമ്മൾ കണ്ടോ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നത് കണ്ടോ, ഇങ്ങനെ തന്നെയാണ് ഇരുന്ന് കഴിക്കുന്നത്. ഞാൻ പിന്നെ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ നടക്കുന്നത്, വെറുതെ ഒരു വട്ട്. പിന്നെ ആ ഒരു ആംബിയൻസ് കണ്ടോ നിങ്ങൾ, നമ്മളിപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പം തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ മേടിച്ച് നമ്മൾ ഇരുന്ന് കഴിക്കില്ലേ, അതേപോലെ തന്നെ തോന്നുള്ളൂ. പിന്നെ ഞാൻ പൊടി ഇഡ്ഡലിക്കാണ് കേട്ടോ പറഞ്ഞത്, കാരണം ദോശ ഇഷ്ടം പോലെ വെറൈറ്റി ദോശയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പൊടി ഇഡ്ഡലിക്കാണ് പറഞ്ഞത്, കാരണം ഞാൻ അത് ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. പിന്നെ ഒരു സ്റ്റേജൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചായയും ഇതും ഒക്കെ സെപ്പറേറ്റ് മേടിക്കണം കേട്ടോ. ഫുഡ് ഒരു കൗണ്ടറിന്ന്, പിന്നെ ചായ വേറൊരു കൗണ്ടറാണ് കേട്ടോ, ചായ കോഫിയൊക്കെ. അപ്പോൾ ഞാനും അച്ഛനും കൂടി ആയിട്ടാണ് പിന്നെ പോയിട്ട് ചായ മേടിച്ചത്. ആദ്യം പറഞ്ഞില്ലായിരുന്നു കേട്ടോ. പിന്നെ പ്രേമശ്രീയൊക്കെ അവിടെ തന്നെ നിൽക്കുന്നതാണ്, ഫുഡ് പിന്നെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. മക്കൾസ് പിന്നെ ഭയങ്കര കളിയായി. നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ കൂടാൻ വന്നതാണെങ്കിലും ഇവർക്ക് അല്ലുവിന് പുതിയ ഫ്രണ്ടിനെ കിട്ടി, റയാൻ. അപ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ ഒരു ഡൗട്ടായി, നമ്മൾ അല്ലുവിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് എന്നെയും കൂട്ടിയിട്ട് വന്നതാണെന്നുള്ളൊരു ഫീലായിരുന്നു പിന്നെ എനിക്ക്. അങ്ങനെ അവർ നല്ല കമ്പനിയായി, അതും ഭയങ്കര സന്തോഷം. കാരണം ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ മക്കളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സന്തോഷമല്ലേ. നിത്തൂസ് ഒന്ന് പോസ് ചെയ്യാൻ പറഞ്ഞതാണ്. പിന്നെ ഇവർക്ക് പിന്നെ കളിച്ച് മടുക്കുന്നൊന്നുമില്ല, ഒരേ കളി തന്നെ. ഭക്ഷണം അത്രയൊക്കെ കഴിക്കും രണ്ടാളും. അവർക്ക് സെപ്പറേറ്റ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ, നമ്മളെ ഇതിൽ തന്നെ കൊടുക്കാമെന്നുള്ളതിൽ അവർക്ക് സെപ്പറേറ്റ് ഒന്നും വാങ്ങിച്ചില്ല. കണ്ടോ ആ ആംബിയൻസ് കണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ വീഡിയോസിലെല്ലാം കാണുമ്പോൾ ഇതെന്താ ഇത് ഒരു സ്ഥലത്തിരുന്ന് കഴിക്കുന്ന ഒരു അമ്പലം പോലത്തെ സ്ഥലം അങ്ങനെയൊക്കെ ചിലർക്ക് തോന്നാം. പക്ഷെ നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് വീഡിയോസിൽ കാണുമ്പോൾ ഉള്ള പോലെയല്ല, നേരിട്ടിട്ട് നമ്മൾ അനുഭവിച്ചറിയുന്നത്. അപ്പോൾ ചായ ഞാനും അച്ഛനും കൂടി പോയിട്ട് ചായയും എന്തൊക്കെയാണ് പറയുന്നത്, ചായയും കോഫിയും ഒക്കെ മേടിച്ചിട്ട് വന്നു. എനിക്ക് പിന്നെ ചായ ഞാൻ കുടിച്ചപ്പോൾ കോഫി സൂപ്പറായിരുന്നു. വെറൈറ്റി ഉണ്ട് കേട്ടോ, വെറൈറ്റി ടീ ആൻഡ് കോഫിയൊക്കെ ഉണ്ട്. നമ്മൾ നോർമൽ ചായ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്, നോർമൽ ചായയും കോഫിയും. അപ്പോൾ കോഫിയാണെന്ന് തോന്നുന്നു നല്ല അടിപൊളി. ചായ ഓക്കെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് അത്രയും അങ്ങോട്ട് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല ചായ, ഇഞ്ചിയൊക്കെ ഇട്ട് അങ്ങനെയുള്ളൊരു ചായ. പക്ഷെ എനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആംബിയൻസിൽ ആ ചൂടോടെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായ സൂപ്പർ തന്നെയാണ്, പക്ഷേങ്കിൽ അത്രയും പൈസ അങ്ങനെ നോക്കുമ്പം നോർമൽ ചായ അത്രയേ ഉള്ളൂ. അങ്ങനെ അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഫുഡിൻ്റെ ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു, ഫുഡ് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹോട്ടൽസ് വേറെയും കിട്ടും, ഇതേപോലത്തെ ടൈപ്പ് ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടൽസൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരിക്കലും ഈ ആംബിയൻസിലിരുന്ന് കഴിക്കുന്ന പോലെ അത് തോന്നത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് നമുക്ക് അവിടെ നിന്ന് കഴിക്കുമ്പോൾ നമ്മൾ ആ ടേസ്റ്റും സൂപ്പറാണ്. നമ്മളിപ്പം വെറുതെ വന്നിട്ട് ഇരുന്നിട്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാലും ആ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് മേടിച്ച് പോകും. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇരുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും, വെറുതെ ഇരുന്നിട്ട് ആരും പോവില്ല. അപ്പോൾ എല്ലാം ടേസ്റ്റ് വൈസ് എല്ലാം സൂപ്പറാണ്. പക്ഷേ പൈസയും നല്ല കൂടുതലാണ്. ഇതേ ടേസ്റ്റിന് പ്രൈസ് കുറഞ്ഞിട്ട് നമുക്ക് വേറെ ഹോട്ടൽസിൽ നിന്നും കിട്ടും. അപ്പോൾ അതില്ലൊന്നും പറയുന്നില്ല, പക്ഷേ ആംബിയൻസ് ഇത് കിട്ടണമെന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ദോശ പിന്നെ ഞാൻ മേടിച്ചില്ല, എപ്പോഴും കാണുമ്പോൾ നല്ല മൊരിഞ്ഞ ദോശയാണ്. ഞാൻ കഴിച്ചു നോക്കിയില്ല, കാരണം എനിക്ക് തലവേദന ചെറുങ്ങനെയുള്ള തലവേദന കുറച്ച് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അതെൻ്റെ കണ്ണ് കണ്ടാൽ മനസ്സിലാവും, കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ പോലെയുണ്ട്. പിന്നെ ഒരു ഒന്നാന്തരം തലവേദന ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് വന്നു കേട്ടോ.
അപ്പോൾ പൊടി ഇഡ്ഡലിയൊക്കെ സൂപ്പറാണ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് ആസ്വദിച്ച് കഴിക്കാനും പറ്റുന്നില്ല, തലവേദന ഉള്ളതുകൊണ്ട്. എന്നാലും ഞാൻ ആദ്യമായിട്ടല്ലേ ഇത് കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മറ്റുള്ള സ്ഥലത്തെ ടേസ്റ്റൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇവിടുത്തെ പൊടി ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമായിന്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരക്കിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. കാരണം ഇവർക്ക് ടൈമായി, ബസ്സിൻ്റെ ടൈമായി. അവിടെ ഓൾറെഡി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് വേഗം ഇറങ്ങാണ്ട് കേട്ടോ. ഇനി ഒന്നും വീഡിയോ എടുക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല. അപ്പോൾ നല്ലൊരു സ്ഥലത്ത് വന്നൊരു എന്താ പറയുക, ഒരു സന്തോഷമുണ്ട്. കാരണം ആ ഒരു ആംബിയൻസ്, എന്താ പറയുക, അത്രയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഹോട്ടലാണെന്ന് നമ്മൾ പറയേയില്ല, ഒരമ്പലത്തിൽ പോയിരുന്ന് പ്രസാദം കഴിച്ച പോലത്തെ ഒരു ഫീല്. പക്ഷെ ആ പ്രസാദത്തിന് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒന്നാന്തരം പൈസ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വെറുതെ പോയിട്ട് ഇരിക്കുന്നവർക്കും അങ്ങനെ ഇരിക്കുക കേട്ടോ. അല്ലാതെ ഫുഡ് കഴിക്കാൻ മാത്രമല്ല, അങ്ങനെ ഒരു പീസ്ഫുള്ളായിട്ട് പോയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുക. എന്തായാലും എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു.